അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നാണ് നമ്മുടെ സുമിയും അതേപോലെ തന്നെ ഫായിസും ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുതിയ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഉദ്ഘാടനം. ബഹുമാനപ്പെട്ട MLA-യും നാട്ടിലെ പ്രമുഖ വ്യക്തികളും അതുപോലെ തന്നെ ഒരുപാട് ആളുകളും എല്ലാവരും പങ്കെടുക്കുന്ന വലിയൊരു ഉദ്ഘാടന ചടങ്ങായിരുന്നു. ഷാജഹാനിക്കയും ഭാര്യ ലൈലാത്തയും അതുപോലെ തന്നെ നൂറായും നുഷൈബായും ഫായിസും സുമിയും എല്ലാം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉസ്മാൻ ഹാജിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള എല്ലാവരും പിന്നെ നാട്ടുകാരും എല്ലാവരും എത്തിയിട്ടുണ്ട്. വലിയ ഒരു ആഘോഷ പരിപാടി തന്നെയായിരുന്നു. നമ്മുടെ സുമിയും അതുപോലെ തന്നെ ഉസ്മാൻ ഹാജിയുടെ മകൻ നൗഫലും ചേർന്ന് നാട് മുറിക്കട്ടെ എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്നാണ് നാട് മുറിച്ച് ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ ശേഷം നല്ല ചായ സൽക്കാരവും അതുപോലെ തന്നെ ഒരുപാട് വിഭവങ്ങളുമായിട്ടുള്ള നല്ല അടിപൊളി പാർട്ടിയും അതുപോലെ തന്നെ ഗാനമേളയും അതുപോലെ ഒരുപാട് സ്റ്റേജ് പരിപാടികളും എല്ലാം അടങ്ങി വമ്പൻ ഒരു പാർട്ടി തന്നെയായിരുന്നു. ആ നാട്ടുകാർ അന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉദ്ഘാടന പരിപാടിയായിരുന്നു അവിടെ നടന്നിരുന്നത്. ചായക്ക് നല്ല പപ്സ്, ചിക്കൻ റോൾ, സമൂസ അതുപോലെ തന്നെ ലഡു, ജിലേബി തുടങ്ങിയ ബേക്കറി പലഹാരങ്ങളും അതുപോലെ നട്ട്സായിട്ട് അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത തുടങ്ങിയ അങ്ങനെയുള്ളതും പിന്നെ ഐസ്ക്രീം, ജ്യൂസ് അങ്ങനെ തണുത്ത ഐറ്റംസും കേക്കും എന്നു വേണ്ട എല്ലാവിധ സംഭവങ്ങളും ഉണ്ടായിരുന്നു. അത്രയും വലിയൊരു ആഘോഷ പരിപാടി ആദ്യമായിട്ടായിരുന്നു നമ്മുടെ സുമി കാണുന്നത്. എല്ലായിടത്തും ഓടിച്ചാടി നടന്ന് കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫായിസും ഷാജഹാനിക്കയും ഉസ്മാൻ ഹാജി അദ്ദേഹത്തിൻ്റെ മകൻ എല്ലാവരും വളരെ സജീവമാണ്. സുമിയുടെ ഈ ഒരു അവളുടെ ഈ ഒരു എക്സ്പേർട്ട് അതിലുള്ള ഒരു മുൻപരിചയമുള്ള പോലെയുള്ള അവളുടെ ഈ പെരുമാറ്റവും അത്രയും എനർജിയോട് കൂടിയുള്ള അവളുടെ ഓട്ടവും അതുപോലെ എല്ലാം ആക്കിക്കാനുള്ള അവളുടെ കഴിവും എല്ലാം കണ്ടപ്പോൾ നമ്മുടെ നൗഫൽ അവളെ ഇടയ്ക്കിടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവന് നമ്മുടെ സുമിയെ കണ്ടപ്പോൾ തന്നെ നല്ലൊരു പെൺകുട്ടി, അടക്കവും ഒതുക്കുള്ളൊരു പെൺകുട്ടി എന്ന് വിചാരിച്ചിരുന്നു. അതുപോലെ തന്നെ അവളുടെ സൗന്ദര്യവും അതുപോലെ തന്നെ അവളുടെ ആ ഒരു ഊർജ്ജസ്വലമായിട്ടുള്ള പെരുമാറ്റവും എല്ലാം കണ്ടപ്പോൾ ഇവൾ കൊള്ളാമല്ലോ എന്നൊരു ചിന്തയും നമ്മുടെ നൗഫലിൻ്റെ മനസ്സിൽ വീണു. അവൻ ആരും അറിയാതെ ഇടയ്ക്കിടെ അവളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളാകട്ടെ ഇതൊന്നും അറിയാതെ എല്ലാം ഓടി നടന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഫായിസിനോടും ഷാജഹാനിക്കായോടും നൂറായോടും നുഷൈബായോടും ലൈലാത്തയോടും അവരോടും സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉസ്മാൻ ഹാജിയുടെ ഭാര്യയോടും അവരുടെ വീട്ടുകാരോടും എല്ലാവരോടും വളരെ നന്നായിട്ട് പെരുമാറുന്നുണ്ട്. അവളുടെ ഈ ഒരു എല്ലാവരോടും പെരുമാറാനുള്ള കഴിവും ഈ ഒരു തൻ്റെടവും കണ്ടപ്പോൾ അവൾക്ക് അനുയോജ്യമായൊരു പെണ്ണ്, താൻ ഇത്രയും കാലം തേടി നടന്നിരുന്നൊരു പെണ്ണ് എന്നുള്ളൊരു ചിന്ത ഉപ്പാനോടും ഉമ്മാനോടും വീട്ടിലെത്തിയിട്ട് സംസാരിക്കണം, അവളെ ഒന്ന് ആലോചിച്ചാലോ എന്നുള്ള കാര്യം അവൻ്റെ മനസ്സിൽ അവൻ പോലും അറിയാതെ കടന്നുകൂടി. രാവിലെ ഏകദേശം 9 മണിയോടെ തന്നെ ഉദ്ഘാടന പരിപാടികൾ അവസാനിച്ചു. വന്നവർക്കെല്ലാം വേണ്ട വിധം ഭക്ഷണം അവിടുന്ന് തന്നെ സൗജന്യമായി കൊടുത്തത് കൊണ്ട് തന്നെ പിന്നെ അവർക്കാർക്കും കഴിക്കാനുള്ള ഒരു വിശപ്പുണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ കൂടി അവിടുത്തെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഒന്നറിയുവാൻ നമ്മുടെ സുമിയെക്കുറിച്ചും അവരുടെ കടയെക്കുറിച്ചും പറഞ്ഞു കേട്ട് വന്ന ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. അവർ പാർസലുകൾ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിലുള്ളവർക്കും കഴിക്കാം, അതിൻ്റെ കൂടെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്കും കഴിക്കാം എന്നുള്ള ഒരു ചിന്തയോടുകൂടി വന്നവരെല്ലാം പാർസലും എല്ലാം വാങ്ങി കൊണ്ടാണ് വീട്ടിലേക്ക് പോയത്. തിരക്കുകളൊക്കെ ഒന്ന് ഒഴിഞ്ഞപ്പോൾ നമ്മുടെ സുമി ഷാജഹാനിക്കായോടും ലൈലാത്തയോടും കൂടി പറഞ്ഞു, ഉമ്മ ഉപ്പ, എന്നാൽ ഇനി ഞാൻ ഉപ്പാൻ്റെ അടുത്ത്, അതായത് അബൂബക്കറിക്കാനെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകണമെന്ന്, ഞാൻ ഉപ്പാനെയും കൊണ്ട് ഫിസിയോതെറാപ്പിക്ക് ഒന്ന് പോയി വന്നാലോ? ഇപ്പോൾ തന്നെ സമയം വൈകി, രാവിലെ നേരത്തെ പോകുന്നതല്ലേ, പിന്നെ നമ്മുടെ കടയുടെ ഉദ്ഘാടനമായതുകൊണ്ട് ഒഴിവാക്കാനും പറ്റില്ല, അതുകൊണ്ട് ഞാനൊന്ന് പോയി വരട്ടെ എന്നവൾ ഷാജഹാനിക്കായോടും ലൈലാത്തയോടും പറഞ്ഞു. അതുപോലെ തന്നെ
ഉസ്മാൻ ഹാജിയോടും അദ്ദേഹത്തിൻ്റെ മകനോടും അവരോടും വിവരങ്ങൾ പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ ഫായിസിനെയും കൂട്ടി അവിടെ നിന്ന് നമ്മുടെ അബൂബക്കറിക്കാൻ്റെ വീട്ടിലേക്ക് പോയി. അബൂബക്കറിക്കയെ കൊണ്ടുപോകുക എന്ന ഉത്തരവാദിത്തത്തേക്കാൾ വലിയൊരു ഉത്തരവാദിത്തം സുമിക്കുണ്ട്. ഐഷുമ്മയെ കൂടി അവിടെ അഡ്മിറ്റ് ചെയ്തതുകൊണ്ട് അവരുടെ കാര്യം നോക്കുവാനും അതുപോലെ തന്നെ ICUവിലും വെന്റിലേറ്ററിലും ആയതുകൊണ്ട് ഓരോ ദിവസവും ഹോസ്പിറ്റലിൽ നല്ലൊരു ബില്ല് അടക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൂടി അടക്കണം. സുമി അങ്ങനെയാണ്. ഓരോ ദിവസം ചെല്ലുമ്പോഴും അവൾ അന്നന്നത്തെ ബില്ല് പേയ്മെൻറ്റ് ചെയ്യും. കാരണം ബില്ല് പെൻഡിങ് വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെയോ നഴ്സുമാരുടെയോ ഭാഗത്ത് നിന്ന് ചെറിയൊരു എന്തെങ്കിലും കുറവ് ഐഷുമ്മക്ക് വന്നാലോ എന്നുള്ള ഭയം കൊണ്ട് തന്നെ, ഒരു കുറവും വരുത്തരുത് എന്ന ഭയം കൊണ്ട് തന്നെ അവൾ എല്ലാ ബില്ലും അന്ന് തന്നെ കൃത്യമായി പേ ചെയ്യാറുണ്ട്. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ എത്തി. നമ്മുടെ അബൂബക്കറിക്കയും അതുപോലെ തന്നെ ജുമാനയും ഫിസിയോതെറാപ്പിക്കായി കയറി. ആ സമയം അവൾ അബൂബക്കറിക്കാനോടും ജുമാനയോടും പറഞ്ഞു, ഉപ്പ, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവരുടെ കാര്യങ്ങൾ എന്തായി എന്ന് പോയി ഒന്ന് അന്വേഷിച്ച് വരട്ടെ. അവർക്ക് കുറച്ച് ദിവസം കൂടി കിടക്കേണ്ടി വരുമെന്നാണ് ഇന്നലെ കണ്ടപ്പോൾ അവൾ പറഞ്ഞത്. അതുകൊണ്ട് ഞാനൊന്ന് അന്വേഷിച്ച് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അബൂബക്കറിക്കയും ജുമാനയും പറഞ്ഞു, ഓക്കെ മോളെ, എന്നാൽ നീ പോയി വന്നോ. കാരണം ഇവിടെ ഇപ്പോൾ ജുമാനയുണ്ടല്ലോ എൻ്റെ കൂടെ. അപ്പോൾ ഇവിടെ അധികം ആളുടെ ആവശ്യമൊന്നുമില്ല. നീ എന്തായാലും നിൻ്റെ ഫ്രണ്ടിനെ പോയി ഒന്ന് കണ്ടുവന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അവളും ഫായിസും കൂടി നമ്മുടെ ഐഷുമ്മയെ കാണാൻ പോയി. അങ്ങനെ ഐഷുമ്മാനെ കയറി നമ്മുടെ ജുമാന ICUവിൽ കയറി കണ്ടു. കാരണം ചെല്ലുന്ന സമയത്ത് ഒരാൾക്ക് അതിൻ്റെ അകത്ത് കയറി കാണാം. അവളാണ് കയറി കാണാറുള്ളത്. ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ പറഞ്ഞു, മോളെ, ഇപ്പോൾ ചെറിയ മാറ്റമുണ്ട്. കൈയും കാലുമൊക്കെ ചെറുതായി അനങ്ങുന്നുണ്ട്. ചെറിയൊരു ബോധത്തിൻ്റെ എന്തോ ഒരു ഇത് ഉണ്ട് എന്ന് തോന്നുന്നു. ചെറുതായിട്ടൊക്കെ മെഡിസിനോട് പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നെല്ലാം അവർ പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ നമ്മുടെ സുമിക്ക് ഒരുപാട് ആശ്വാസമായി. അൽഹംദുലില്ലാ, ചെയ്യുന്ന ചികിത്സക്ക് പ്രതിഫലമുണ്ടല്ലോ എന്നെല്ലാം അവൾ കരുതി. അവൾ ഐഷുമ്മയുടെ കൈ പിടിച്ച് ഉമ്മ ഉമ്മ എന്നിങ്ങനെ വിളിച്ചു കൊണ്ടിരുന്നു. ഐഷുമ്മക്ക് എല്ലാവരും വിളിക്കുന്നത് അറിയുന്നുണ്ട്. ബോധത്തിൻ്റെ ചെറിയൊരു മയക്കത്തിലെന്ന പോലെ അവർക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അബോധാവസ്ഥയിൽ നിന്ന് മെല്ലെ അവർ ബോധാവസ്ഥയിലേക്ക് തിരികെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അവർക്ക് സംസാരിക്കാനോ ഒന്ന് കൈയെടുത്ത് അവരോട് എന്തെങ്കിലും ആംഗ്യം കാണിക്കാനോ അല്ലെങ്കിൽ ഒന്ന് കണ്ണു തുറക്കാനോ അവർക്ക് ഒന്നിനും കഴിയുന്നില്ല. എന്നാൽ എല്ലാവരും പറയുന്നത് ഒരു മയക്കത്തിലെന്ന പോലെ അവർക്ക് കേൾക്കുന്നുണ്ട്. സുമി വന്ന് കൈ പിടിച്ച് ഉമ്മ ഉമ്മ എന്ന് വിളിച്ചപ്പോൾ അവർക്ക് നല്ല പരിചയം തോന്നി. അങ്ങനെ അവർക്ക് സുമിയാണെന്നുള്ള കാര്യം മനസ്സിലായി. ആ സമയത്ത് അവരുടെ കണ്ണുകളിങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കാരണം താൻ ഇത്രയേറെ ഉപദ്രവിച്ചിട്ടും അവൾ ഉമ്മ ഉമ്മ എന്ന് വിളിച്ച് അടുത്തു വന്നപ്പോൾ അവർക്ക് മനസ്സിൽ എന്തെന്നില്ലാത്ത കുറ്റബോധം തോന്നി. ആ ഒരു ചെറിയ അബോധാവസ്ഥയിൽ അവർക്ക് എന്തെന്നില്ലാത്ത കുറ്റബോധം തോന്നി. അവരുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കണ്ടപ്പോൾ സുമിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അവൾക്ക് മനസ്സിലായി അവർക്ക് അവളെ മനസ്സിലായിട്ടുണ്ട് എന്ന്. ആ ഒരു കണ്ണുനീര് കണ്ടപ്പോൾ അവൾക്ക് തോന്നി അവരുടെ മനസ്സിൽ കുറ്റബോധം വന്നു തുടങ്ങിയെന്ന്. അവൾ തൻ്റെ ഷാൾ കൊണ്ട് ഐഷുമ്മയുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. നഴ്സുമാരും ഡോക്ടേഴ്സുമെല്ലാം ഇത് കണ്ട് പറഞ്ഞു, നിങ്ങൾ ഇടയ്ക്കിടെ വന്ന് അവരെ കണ്ട് സംസാരിച്ചാൽ മതി ഇനി എപ്പോഴും. കാരണം അവർക്ക് നല്ല മാറ്റമുണ്ട്. നിങ്ങളുടെ ഈ ഒരു സമീപനം അവർക്ക് ഏറെ ആശ്വാസമാണ് എന്ന് തോന്നുന്നു. നിങ്ങൾ നാളെ വരുമ്പോഴും അവരെ കയറി ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കണം എന്നെല്ലാം അവർ പറഞ്ഞു. അങ്ങനെ അവൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് അബൂബക്കറിക്കാൻ്റെയും ജുമാനയുടെയും അടുത്തേക്ക് വന്നു. മുനീർ ഇന്നു മുതൽ നമ്മുടെ ബഷീർ മുതലാളിയുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാൻ തുടങ്ങിയിരിക്കുന്നു. അവിടെ എത്തിയതും അവന് ഓഫീസ് കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. സ്റ്റാഫുകൾ വന്ന് ഓരോന്ന് ഓരോ പേപ്പറുകളും എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവന് അതിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ചിന്ത മുഴുവൻ വീട്ടിലും അതേപോലെ തന്നെ അവൻ്റെ ഉമ്മാക്ക് എന്ത് സംഭവിച്ചോ എന്തെല്ലാം അങ്ങനെയുള്ള ചിന്തകളായിരുന്നു. റഹീമയാവട്ടെ ഇടയ്ക്കിടെ ഫോൺ ചെയ്ത് ശല്യം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? നീ എല്ലാം ഓക്കെ ആയി ചെയ്യുന്നില്ലേ? എല്ലാം നന്നായി ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ഉപ്പാക്ക് ദേഷ്യം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ട്.
ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയമായപ്പോൾ മുനീർ റഹീമയെ വിളിച്ചു. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്താൽ എൻ്റെ കോൺസെൻട്രേഷൻ പോവും. അതുകൊണ്ട് നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണ്ട. എനിക്ക് കാര്യങ്ങളൊന്നും ശരിയായി നോക്കാൻ കഴിയില്ല. നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്താൽ എന്നെല്ലാം അവൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ റഹീം പറഞ്ഞു, എന്നാൽ ശരി, ഞാൻ ഇനി വിളിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ അന്ന് വൈകുന്നേരം ഉസ്മാൻ ഹാജിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പൂമുഖത്തിരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ നൗഫൽ എത്തി. ഉപ്പ, ഉമ്മ, അസ്സലാമു അലൈക്കും. അപ്പോൾ അവർ സലാം അടക്കി. വഅലൈക്കും അസ്സലാം. അവൻ പറഞ്ഞു, ഉപ്പ, എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ മോനെ, എന്താണ് പറയാനുള്ളത്? അവൻ പറഞ്ഞു, ഉപ്പ, നമ്മുടെ ഷാജഹാനിക്കായുടെ വീട്ടിലെ ആ പുതിയ കുട്ടിയില്ലേ, സുമി, നമ്മുടെ കടയുടെ പുതിയ പാർട്ണർ, അവളെ എനിക്ക് ഇന്ന് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി. അവളുടെ പെരുമാറ്റവും അതുപോലെ തന്നെ എല്ലാം കൊണ്ടു നടക്കാനുള്ള അവളുടെ കഴിവും കണ്ടപ്പോൾ ഞാൻ ഇത്രയും കാലം തിരഞ്ഞു നടന്നിരുന്ന ഒരു പക്വതയുള്ള കുട്ടിയെ കണ്ട പോലെയാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ആ കുട്ടിയെ ഒന്ന് ആലോചിച്ചാലോ? ഉപ്പാക്കും ഉമ്മാക്കും ഇഷ്ടമായെങ്കിൽ ആ കുട്ടിയൊന്ന് പോയി ആലോചിച്ചാലോ എന്നവൻ പറഞ്ഞു. അത് കേട്ട് നമ്മുടെ ഉസ്മാൻ ഹാജിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പറഞ്ഞു, ഞങ്ങളിത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു മോനെ. ഞങ്ങൾക്കും ഇന്ന് അവളെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി. നല്ല കുട്ടി, നല്ല പെരുമാറാനും എല്ലാ കഴിവുകളുമുള്ള നല്ലൊരു കുട്ടി. അവൾ നമ്മുടെ തറവാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊരു വലിയൊരു ഉപകാരം. കാരണം നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിലായാലും വീട്ടിലെ കാര്യത്തിലായാലും അവളുടെ ആ ഒരു വരവ് നമുക്ക് വളരെയേറെ ഉപകാരപ്രദമാവും എന്നെല്ലാം അവർ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഓക്കെ ഉപ്പ, എന്നാൽ നിങ്ങൾ നാളെ തന്നെ ഷാജഹാനിക്കായോട് വിളിച്ച് വിവരം പറയണം എന്ന് അവൻ അദ്ദേഹത്തോട് പറഞ്ഞു. അതുപോലെ തന്നെ വീട്ടിലെത്തിയപ്പോൾ ഷാജഹാനിക്കയും അതുപോലെ തന്നെ സുമിയും ഫായിസും നൂറായും ഷെയ്ബായും എല്ലാവരും അന്നത്തെ പരിപാടിയെക്കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നത്. അവർ പറഞ്ഞു, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഇത്രയും വലിയൊരു സ്ഥാപനത്തിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പിൽ നമുക്കും കൂടി പങ്കാളികളാവാൻ പറ്റുക എന്നത്. എല്ലാം നമുക്ക് പടച്ചവൻ തന്ന അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ നല്ല രീതിയിൽ, അതായത് കള്ളത്തരങ്ങളൊന്നുമില്ലാതെ ജനങ്ങൾക്ക് നല്ല ഭക്ഷണം നൽകിയും നല്ല സർവീസ് നൽകിയും നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകണം. യാതൊരു പരാതിയും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത്. അങ്ങനെയായാൽ ഇൻഷാ അല്ലാഹ് വീണ്ടും നമ്മുടെ ബിസിനസ്സെല്ലാം വളരാൻ സാധ്യതയുണ്ട് എന്നെല്ലാം അവർ പറഞ്ഞു. അങ്ങനെ അവർ ഭക്ഷണമെല്ലാം കഴിച്ച് ഉറങ്ങാനായി പോയി. പിറ്റേ ദിവസം രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഷാജഹാനിക്കായെ ഉസ്മാൻ ഹാജി വിളിക്കുന്നത്. ഫോൺ റിങ് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം ഉസ്മാൻ ഹാജിയുടെ നമ്പർ കണ്ടപ്പോൾ, പഠിച്ചവനെ, എന്തിനാന്നാവും ഇപ്പോൾ വിളിക്കുന്നത്? കടയിലേക്ക് പോകാൻ സമയമായി, ഇനിയിപ്പോൾ എന്ത് കാര്യം പറയാനാന്നാവും വിളിക്കുന്നത് എന്നെല്ലാം വിചാരിച്ചു കൊണ്ട് അദ്ദേഹം ഫോൺ എടുത്തു. അസ്സലാമു അലൈക്കും ഷാജഹാനെ. അപ്പോൾ അദ്ദേഹം സലാം അടക്കി. വഅലൈക്കും അസ്സലാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഷാജഹാനെ, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. നിൻ്റെ വീട്ടിലെ ആ കുട്ടിയില്ലേ, സുമി, ആ കുട്ടിയെ ഇന്നലെ നമ്മുടെ പരിപാടിക്ക് കണ്ടപ്പോൾ എൻ്റെ മോനും അതുപോലെ തന്നെ എൻ്റെ ഭാര്യയ്ക്കും വീട്ടുകാർക്കും എല്ലാം ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ആ കുട്ടിയെ എൻ്റെ മകന് വേണ്ടിയിട്ട് ഒന്ന് കല്യാണം ആലോചിച്ചാലോ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. എന്താണ് ഷാജഹാനെ നിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പോൾ ഷാജഹാനിക്ക് പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ മറുപടി പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. വരട്ടെ, അവളും അതുപോലെ തന്നെ ഫായിസുമൊക്കെ ഇപ്പോൾ കടയിലേക്ക് പോന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും അവർ വന്ന് സംസാരിച്ചിട്ട് വിളിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഉസ്മാൻ ഹാജി പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങളോട് ചോദിക്കുന്നതാണല്ലോ അതിൻ്റെ ശരി. അവർ കടയിൽ വരുമ്പോൾ അവരെ അവിടെ നിന്ന് കാണും. എന്നാലും അവരോട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ, നിങ്ങളോട് ചോദിക്കുന്നതല്ലേ അതിൻ്റെ ശരി എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അങ്ങനെ അവർ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു. അങ്ങനെ ഷാജഹാനിക്കയും ലൈലാത്തയും മക്കളും ചേർന്ന് കടയിലേക്ക് പോയി. പുതിയ കടയിലേക്ക് ഫായിസും അതുപോലെ തന്നെ നമ്മുടെ സുമയുമാണ് പോകാറുള്ളത്. ആദ്യത്തെ കടയിലേക്ക് ഷാജഹാനിക്കയും ലൈലാത്തയും മക്കളുമാണ് പോകാറുള്ളത്. അന്നും കടയിലെ തിരക്കുകളൊക്കെ ഒന്നൊതുങ്ങിയപ്പോൾ നമ്മുടെ സുമി അബൂബക്കറിക്കായെയും കൊണ്ട് ഫിസിയോതെറാപ്പിക്ക് പോയി. ജുമാനയും സുമിയും ചേർന്ന് അവൾ പതിവ് പോലെ നമ്മുടെ ഐഷുമ്മയെയും കാണാൻ പോയി.
ഐഷുമ്മാക്ക് ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. അവർ കണ്ണ് തുറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ എണീറ്റിരിക്കാനോ ഒന്നും അവർക്ക് കഴിയുന്നില്ല. പക്ഷേ കണ്ണ് തുറക്കാനും അതുപോലെ തന്നെ ഇങ്ങനെ വരുന്നവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി കിടന്ന് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. സുമിയെ കണ്ടതും സുമി, ഉമ്മ അസ്സലാമു അലൈക്കും, എന്നെ അറിയില്ലേ, ഞാനാണ് സുമി എന്നെല്ലാം പറഞ്ഞ് അവരോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊന്ന് തിരിച്ച് പറയാനോ ഒരു കൈയ്യെടുത്തൊരു ആംഗ്യം കാണിക്കാനോ ഒന്നും അവർക്ക് കഴിയുന്നില്ല. പക്ഷേ സുമിയെ കാണുമ്പോഴൊക്കെ കുറ്റബോധം കൊണ്ട് അവരുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും. അപ്പോൾ സുമി പറയും, ഉമ്മ വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും, ഞങ്ങളെല്ലാവരും ഉണ്ട് കൂടെ, പിന്നെ പടച്ചവനും ഉണ്ട് കൂടെ, ഉമ്മാൻ്റെ അസുഖമൊക്കെ പെട്ടെന്ന് മാറും എന്നെല്ലാം പറഞ്ഞ് അവൾ ആ നിറഞ്ഞു വരുന്ന കണ്ണുകൾ തുടച്ചു കൊടുക്കും. അങ്ങനെ അവൾ കുറേ നേരം ഐഷുമ്മയുടെ കൂടെ നിൽക്കും. ഐഷുമ്മക്ക് തനിക്ക് പരിചയമുള്ള ഒരാളെങ്കിലും തനിക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. മക്കളെയോ ഭർത്താവിനെയോ ആരെയും കാണുന്നില്ല. എന്നാൽ താൻ ഉപേക്ഷിച്ച് താൻ ആട്ടിപ്പായിച്ച തൻ്റെ മരുമകൾ ആണ് ഇപ്പോൾ തന്നെ നോക്കുന്നതും ശുശ്രൂഷിക്കുന്നതും. അവളുടെ ആ ഒരു സാമീപ്യം അവർക്ക് വളരെയേറെ സന്തോഷകരമായി തോന്നി. എങ്കിലും അവർക്ക് കുറ്റബോധം കൊണ്ടാണ് ഇടയ്ക്കിടെ അവരുടെ കണ്ണ് നിറയുന്നത്. അങ്ങനെ നാളെ വരാം ഉമ്മ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സുമി അവിടെ നിന്നും വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ അന്ന് വൈകുന്നേരം അത്താഴം കഴിക്കാനിരുന്നപ്പോൾ ഷാജഹാനിക്ക പതിവ് പോലെ ഓരോ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അതിൻ്റെ ശേഷം ചെറിയൊരു മുഖവുരയോടെ അദ്ദേഹം സുമിയോട് പറഞ്ഞു, മോളെ സുമി, എനിക്ക് നിന്നോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അപ്പോൾ അവൾ ചോദിച്ചു, എന്താ ഉപ്പ? അവൾ കടയിലെ വല്ല വിശേഷങ്ങളുമായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് എന്താ ഉപ്പ എന്ന് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോളെ, എനിക്ക് ഇന്ന് രാവിലെ നമ്മുടെ ഉസ്മാൻ ഹാജി വിളിച്ചിരുന്നു. അദ്ദേഹമോ മകനോ നിങ്ങളോട് കടയിൽ നിന്ന് വല്ല വിവരവും പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ അവളും ഫായിസും പറഞ്ഞു, ഇല്ല ഉപ്പ, ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ മോളെ, നിനക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ മകൻ നൗഫൽ, ചെറിയ മകൻ, അവന് ഇന്നലെ അതുപോലെ തന്നെ ഇന്നും ഒക്കെ നിന്നെ അവിടുന്ന് കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവൻ ഇന്നലെ നിന്നെ കണ്ടപ്പോൾ നിൻ്റെ പെരുമാറ്റവും നിൻ്റെ സ്വഭാവം പെരുമാറ്റവും എല്ലാം അവനും അതുപോലെ തന്നെ ഉസ്മാൻ ഹാജിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കുടുംബങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അദ്ദേഹത്തിന് നൗഫലിനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചാലോ എന്നൊരു ചിന്തയുണ്ട്. എന്താണ് മോളെ നിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. ഇത് കേട്ടതും നമ്മുടെ ഫായിസ് അവൻ ഭക്ഷണം എല്ലാം കഴിക്കുന്നത് നിർത്തി. അവനിങ്ങനെ ഭക്ഷണം ഇങ്ങനെ കുഴച്ച് ഇരുന്നു. സുമിക്ക് അവന് മനസ്സിലായി ആ കാര്യം. അവൾ ഇടം കണ്ണിട്ട് അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, ഉപ്പ, ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റിയ കാര്യമല്ലല്ലോ. ഞാൻ എന്തായാലും ആലോചിച്ചിട്ട് മറുപടി പറയാം എന്ന് അവൾ ഷാജഹാനിക്കയോട് പറഞ്ഞു. ആ സമയം നമ്മുടെ ഫായിസ് എനിക്ക് ചോറ് മതി എന്നും പറഞ്ഞുകൊണ്ട് എണീറ്റ് പോയി. നൂറാക്കും നുഷൈബാക്കും സുമിക്കും മനസ്സിലായി അവന് ആ ഒരു കല്യാണക്കാര്യം അവിടെ പറഞ്ഞതാണ് വിഷമമായത്. അവർക്ക് 3 പേർക്കും അറിയാം അവൻ്റെ മനസ്സിൽ ഇപ്പോൾ സുമിയാണ് തൻ്റെ പെണ്ണായി അവളെ അവൻ കണ്ടു കഴിഞ്ഞു എന്ന്. അപ്പോൾ ഷാജഹാനിക്കയും ലൈലാത്തയും ചോദിച്ചു, എന്താ മോനെ നീ പെട്ടെന്ന് നിർത്തിക്കളഞ്ഞത്? നീ പുറത്തു നിന്ന് വല്ലതും കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഒന്നുമില്ല ഉമ്മ, ഒന്നുമില്ല ഉപ്പ, എനിക്ക് വിശക്കുന്നില്ല. കാരണം പുറത്തു നിന്ന് അവർ അത്താഴം പതിവില്ല. എന്തായാലും മറ്റ് സമയങ്ങളിലെല്ലാം എന്തെങ്കിലും പുറത്തു നിന്ന് കഴിച്ചാലും അത്താഴം വീട്ടിലെല്ലാവരും ഒരുമിച്ച് കഴിക്കണം എന്ന നിബന്ധനയാണ് ഷാജഹാനിക്കാക്കും ഭാര്യ ലൈലാത്താക്കും. എന്തെങ്കിലും രാത്രി പരിപാടിയോ അങ്ങനെ ഫംഗ്ഷനോ ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തുനിന്ന് കഴിക്കാറുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് എല്ലാവരും വന്നതിന് ശേഷമേ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അവൻ എന്തോ മനസ്സിലേക്ക് എന്തോ തട്ടി, അങ്ങനെ അല്ലെങ്കിൽ വയറിന് വല്ല സുഖമില്ലാഞ്ഞിട്ടാണോ അങ്ങനെയെല്ലാമാണ് നമ്മുടെ ലൈലാത്തയും ഷാജഹാനിക്കയും ചിന്തിച്ചത്. എന്നാൽ നുഷൈബാക്കും നൂറാക്കും സുമിക്കും മനസ്സിലായി ആ ഒരു കല്യാണക്കാര്യം പറഞ്ഞതാണ് അവിടെ അവൻക്ക് വിഷമമായത് എന്ന്. അവൻ എണീറ്റ് അവൻ പോകുന്ന ഭാഗത്തേക്ക് 3 പേരും തിരിഞ്ഞു നോക്കി.